ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കേക്കാണ് കേട്ടോ. ഇന്ന് ന്യൂ ഇയർ അല്ലേ, അപ്പോൾ നമുക്കിന്നൊരു ന്യൂ ഇയർ സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കാം. വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഫ്രൂട്ടി, വെള്ളം, കറുത്ത മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, ഇത് ചെറിയാണ്. ഈന്തപ്പഴം ഇടുക കേട്ടോ. ഈന്തപ്പഴം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഈന്തപ്പഴം ഉണ്ടെങ്കിൽ ഈന്തപ്പഴം ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട്. ഇതിൽ രണ്ടെണ്ണത്തിലായിട്ടാണ് കേട്ടോ നമ്മൾ രണ്ട് കേക്കായിട്ട് ചെയ്യണത്. ഓവനിലല്ല ചെയ്യണേ, ഗ്യാസുമ വെച്ചിട്ടാണ് ചെയ്യണത്. നമുക്ക് ഇതൊക്കെ ചെയ്യാം. ആദ്യം ഇതിൽ ഇത്തിരി എണ്ണ പുരട്ടിയിട്ട് പൊടി ഇതാക്കി വെക്കണം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി കേട്ടോ. ഏത് ഓയിലാണ് ഉപയോഗിക്കണേ അത് തന്നെയാണ് ഇതിൽ പുരട്ടേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ബട്ടർ പേപ്പർ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് കുറേശ്ശെ മൈദപ്പൊടി ഇതിലിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കണം. ഇനി ബാക്കിയുള്ള മൈദ നമുക്ക് തട്ടിക്കളയാം. എടുക്കണം കേട്ടോ. ഞാൻ കുറേശ്ശെ ഒരു അരക്കിലോൻ്റെ ഉണ്ടാക്കണുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ ഒന്നിച്ചൊഴിച്ച് ഉണ്ടാക്കാം നമുക്ക്. പക്ഷേ അപ്പോൾ ഒരുപാട് നേരം എടുക്കും. അപ്പോൾ ചെറുതായിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് പഞ്ചസാര പൊടിച്ചെടുക്കാം. പിന്നെ 2 പാത്രം മൈദയാണ് നമ്മൾ എടുക്കണ ഗ്ലാസ്. അപ്പോൾ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര. നമ്മൾ ഒരു കഷ്ണം ജാതിക്ക, അതുപോലെ ഒരു കഷ്ണം പട്ട, ഒരു 4-5 കരയാമ്പൂവ്. ഇത്തിരി ചെറിയ ഏലക്കായാണ്. അപ്പോൾ നമ്മളൊരു 3 എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഏലക്കായ ആയ കാരണമാണ്. വലുതാണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. പൊടിച്ചെടുക്കുക. പഞ്ചസാര പൊടിച്ചെടുത്തു കേട്ടോ. ഇതിൽ അരിച്ചെടുക്കുക. അതിൽ ചിലപ്പോൾ കഷ്ണങ്ങളുണ്ടെങ്കിലോ നമുക്ക് അരിച്ചെടുക്കുക. എന്താ തരികളുണ്ട് ഇതിൽ. നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ 3 കോഴിമുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. നാലെണ്ണം വേണമെങ്കിൽ 4 ചേർക്കുക. ഞാനിപ്പോൾ 3 ചേർക്കണേ. കുഞ്ഞു മുട്ടയാണ്. നമുക്ക് ഒരെണ്ണം കൂടി ചേർക്കാം. ചെറിയ മുട്ടയാണ്, അതാണ്. വലുതാണെങ്കിൽ 3 മതി. ഒരു 3/4 ഗ്ലാസ് തന്നെ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. രണ്ടും കൂടി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇതിന് 2 ഗ്ലാസ് മൈദയാണ് എടുക്കണേ കേട്ടോ. അപ്പോൾ അത് 1 ആയിട്ടുണ്ട്. 2ാമത്തെ ഗ്ലാസ് ആദ്യം അരിച്ച് വെക്കേണ്ടതായിരുന്നു. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ നമ്മൾ 1/2 ടീസ്പൂണ് സോഡാ പൊടി, 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അത് ഒരു 3/4 മതി. ഉപ്പ് ചേർക്കുക.
കാൽ 2 നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് മാറ്റാം. നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കണം കേട്ടോ. 1 ടീസ്പൂണ് ചേർക്കാം. ഒരു ലേശം കൂടി ചേർക്കാം. ഒന്നും കൂടി നമുക്ക് അടിച്ചെടുക്കാതെ ആദ്യം ഒഴിക്കേണ്ടതായിരുന്നു, നമ്മൾ അത് ഓർത്തില്ല. അതിൽ യോജിക്കാനായിട്ടാണ് നമ്മൾ ഒന്നും കൂടി അടിച്ചെടുത്തത് കേട്ടോ. നമുക്ക് ഈ അടിച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. ലേശം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ അരിച്ചു വെച്ച മൈദ, ഇതിലേക്ക് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ആദ്യം ഇടണമായിരുന്നു, ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണമായിരുന്നു. മൈദ അറിയാണ്ട് ഇട്ട് പോയി, കുഴപ്പമില്ല. മൈദ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. മുഴുവൻ മൈദ ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് കാരമൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഒരു 4-5 ടീസ്പൂണ് പഞ്ചസാര ഉരുക്കിയതാണ് കേട്ടോ നമ്മൾ. ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ മൈദമാവിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇതിലിട്ട് കൊടുക്കുക. ഇട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ കേക്കിൻ്റെ പാകം ഇതാണ് കേട്ടോ. ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉണ്ടാക്കണേന്ന് അപ്പോൾ ഇതിൻ്റെ പകുതി ഒഴിച്ചാൽ മതി. അപ്പം ഒഴിച്ച് കൊടുക്കുക. അപ്പം ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക. ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിൽ മുട്ടരുത് കേട്ടോ, നല്ല ചൂടാണ്. നമ്മളൊരു 5 മിനിറ്റ് മുന്നേ ഇത് ഇങ്ങനെ ഇട്ടിരുന്നു ചൂടാവാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ 2 കേക്കും വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു കൊടുക്കുക. പശ ഒഴിച്ചത് കൊണ്ടൊരു 25-30 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതാവും കേട്ടോ. അപ്പോൾ ഇതവിടെ ഇരുന്നാവട്ടെ. ചെനയും കാട്ടി പൊങ്ങി വന്നിട്ടുണ്ട്, ആയിട്ടില്ല. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കുക. ഇതൊന്ന് നോക്കാം. ആയി വരണേ ഉള്ളൂ. ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടു, 2 ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് എടുക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ചൂടാറിയിട്ട് നമുക്കിനി കാണാം. ഇതാണ് നമ്മുടെ കേക്ക്. ഞാനിതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് വെച്ചിരുന്നു കേട്ടോ, അത് ഉള്ളിലേക്ക് പോയി. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 കേക്കും പാത്രമൊന്നും പിടിച്ചിട്ടില്ല, കരിഞ്ഞ് പിടിച്ചിട്ടില്ല കേട്ടോ, അടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. നമുക്ക് കേക്കൊന്ന് മുറിച്ച് നോക്കാം.
നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്പോഞ്ചാണ്.